അത് ശരിയാണല്ലോ. നമ്മുടെ കേരളത്തിന് യാതൊരു ഫണ്ടും അനുവദിക്കാതെയാണല്ലോ ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം കേന്ദ്രത്തിന് കിട്ടുന്നത്, നികുതി ഇനത്തിലായാലും മറ്റു ഇനങ്ങളിലും. എന്നാൽ കേരളത്തിന് അനുവദിക്കുന്ന ശതമാനം പോലും നമുക്ക് തരാത്ത അവസ്ഥയിലാണുള്ളത്. നേരത്തെ കഴിഞ്ഞ വർഷം നമുക്ക് ആ ചൂരൽമലയിലുള്ള അപകടം ഉണ്ടായിട്ട് ആ ദുരന്തത്തിന് വേണ്ടി ഒരു ഫണ്ടും നമുക്ക് അനുവദിച്ച് തന്നില്ല. അതെല്ലാം തന്നെ നമ്മുടെ കേരള സർക്കാർ തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തത് അതിന് അവർ തന്നിട്ടുള്ള എല്ലാം നമുക്ക് അങ്ങോട്ട് തിരിച്ചടയ്ക്കേണ്ട രൂപത്തിലാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇലക്ഷൻ്റെ സമയം ആയതുകൊണ്ടെങ്കിലും നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും അവർ അനുവദിച്ച് തരും, നമുക്ക് കേരളയിലുള്ള പദ്ധതികൾ എല്ലാം വരുമെന്ന് വിചാരിച്ചു. അതുപോലെ എയിംസ്, അത് BJP തന്നെ പ്രതീക്ഷിച്ചായിരുന്നു എയിംസ് ഒക്കെ കിട്ടും എന്നുള്ളത്. പക്ഷേ BJP നേതാക്കളെ പോലും പുറന്തള്ളിക്കൊണ്ടാണ് കേന്ദ്ര ബജറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കേരളത്തിന് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനദ്രോഹ ബജറ്റാണ്. കേരളത്തിലെ ജനങ്ങളെ ആകെ നിരാശരാക്കിയിട്ടുള്ള ബജറ്റാണ്. കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഒരു പദ്ധതി എയിംസ് ആയിരുന്നു. എന്നാൽ എയിംസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ വർത്തമാനം പോലും കേന്ദ്ര ബജറ്റിലില്ല. ഇതുവരെ കേന്ദ്രം പറഞ്ഞത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലം കേരളം കേന്ദ്രത്തിന് ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. അത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി നയപരമായിട്ട് തന്നെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ യാതൊരുവിധ കേരളത്തിന് അനുകൂലമായ ഒരു നിലപാട് കേന്ദ്രത്തിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് വളരെ നിരാശാജനകമാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വട്ടപ്പൂച്ചയാണ്. ഈ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളമെന്ന വാക്ക് പോലുമില്ല. നേരത്തെയുള്ള ബജറ്റുകളിൽ കേരളമെന്ന വാക്ക് ഉണ്ടാകാറില്ല, പക്ഷേ ചെറിയ ചെറിയ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമാണ് ഈ കേരളത്തിലെ ബജറ്റ് എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ്റെ ആ കമ്മീഷൻ തന്നെ സംസ്ഥാന സർക്കാരുകളുമായി വീതം വെക്കേണ്ട വിഹിതം തന്നെ കുറച്ചിരിക്കുകയാണ്. ഇനി 16-ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അതിലും കുറയുന്നതാണ് ഈ ബജറ്റ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് പൊതുവെ ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഈ ബജറ്റ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ബഡ്ജറ്റ് കേരളത്തോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ്. കേരളം ഇന്ത്യയിലല്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞ 9 വർഷമായി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ അരികുവൽക്കരിക്കുന്ന നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക ധനകാര്യ കമ്മീഷൻ്റെ വിഹിതത്തിലൊക്കെ തന്നെ വലിയ കുറവാണ് വരുത്തിയിട്ടുള്ളത്. പാവപ്പെട്ട ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, ഇവരുടെയൊക്കെ തന്നെ സ്കീം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ 1 രൂപ പോലും ഈ കേന്ദ്ര സർക്കാർ വർധനവായിട്ട് നൽകുന്നില്ല. ഇവിടെ ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ വലിയ രീതിയിലേക്ക് BJPയുടെ നേതാക്കന്മാർ വന്ന് സമരപ്പന്തലിൽ വന്ന് മുതലക്കണ്ണീർ ഒഴുക്കുന്ന സമീപനം എടുത്തത്. കേരളത്തിലാണെങ്കിൽ 2 തവണയായി ആശാവർക്കർമാർക്ക് 1000 രൂപ വീതം വർധനവ് വരുത്തി. കേന്ദ്രത്തിൻ്റെ യാതൊരുവിധ പദ്ധതികളും, എയിംസ് പോലുള്ള പദ്ധതികളില്ല, അതിവേഗ ട്രെയിൻ പ്രോജക്റ്റുകളില്ല, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾക്കകത്ത് 1 രൂപ പോലും കേരളത്തിന് കിട്ടാത്ത രീതിയിലേക്കാണ് ഇപ്പം പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളികേര കർഷകർക്ക് വേണ്ടി ഇന്ത്യയിലാകെ 1 കോടിയിലേറെ വരുന്ന നാളികേര കർഷകരുണ്ട്. കേന്ദ്ര സർക്കാർ വെച്ച ഫണ്ടിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു നാളികേര കർഷകന് 200 രൂപ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ രേഖകൾ നോക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ കൃഷിക്കാരെയും പാവപ്പെട്ട ജനങ്ങളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും അവഗണിക്കുന്ന ഈ ബഡ്ജറ്റിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധ സ്വരം കേരളത്തിൽ നിന്ന് ഒറ്റക്കെട്ടായി ഉയരണമെന്നാണ് അഭിപ്രായം. എയിംസ് വരും എന്നൊക്കെ ഞങ്ങളെല്ലാവരും ജനങ്ങളൊന്നാകെ അതൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, എയിംസ് എന്നുള്ള ഒരു ഇത് വരും എന്നുള്ളത്. പക്ഷേ അതുമില്ല. പിന്നെ വയനാടിനെച്ചാൽ കിട്ടേണ്ടതായ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ബജറ്റ് പൊതുവെ ഞങ്ങൾ സ്ത്രീകൾക്കിടയിലും വലിയ തോതിലുള്ള ആശങ്കയുണ്ട് ഈ ഒരു ബജറ്റിൽ.